ഹരേ കൃഷ്ണ. ദേവി ഭാഗവതത്തിൽ 3-ാം അധ്യായത്തിൻ്റെ ബാക്കി ഭാഗമാണ് ഞാനിവിടെ പാരായണം ചെയ്യുവാൻ പോകുന്നത്. ഓം ശ്രീ ലളിതാംബികായേ നമഃ. വേദാന്തപ്പൊരുളായ ദേവി കൽപ്പിച്ച പോലെ ദാതാവ് ഒന്നാമതായി ജലത്തെ സൃഷ്ടിച്ചിതു. കാന്തയായി ഭവിക്കേണം പൂർണ്ണയാം പ്രകൃതി എന്ന അന്തരംഗത്തിൽ വാഞ്ച വർദ്ധിച്ചു മഹേശ്വരൻ. നിടിലേക്ഷണ പരാൽ പരയെ ധ്യാനിച്ചേറ്റം കൊടുതാം തപം തത്ര ചെയ്യുവാൻ തുടങ്ങിനാൻ. കമലാകാന്തനായി താൻ ഭവിക്കേണമെന്നു ഉൾക്കമലത്തിങ്കലോർത്തു വിഷ്ണുവും തപം ചെയ്താൻ. ബ്രഹ്മാവും അത് കണ്ടു സൃഷ്ടിയെ കൈവിടുന്നു തൻ മനോരഥം സാധിച്ചിടുവാൻ തപം ചെയ്താൻ. ഈ വിധം 3 പേരും തപം ചെയ്യുമ്പോൾ മഹാദേവി തൽ സവിധത്തിൽ ചെന്നിതു പരീക്ഷിപ്പാൻ. പരമായി ബ്രഹ്മാണ്ഡങ്ങളൊക്കെയും വിറയ്ക്കുന്ന ഘോരരൂപത്തെ കണ്ടു പേടിച്ചു പെട്ടെന്നഹു ദാതാവ് വിമുഖനായി വാണിതു. തഥാ ലോകമാതാവ് ഒഴിക്കാതെ നേരിട്ടു ചെന്നു നിന്നു. പിന്നെയോ മുഖം തിരിച്ചിടിനാൻ ബ്രഹ്മാവുടൻ വ്രതവും ദൂരെ ത്യജിച്ചു ഓടുവാൻ തുടങ്ങിനാൻ. പരം പുരുഷൻ ശ്രീനാരായണൻ തപസ് ചെയ്തിരിക്കുന്നവിടേക്ക് ചെന്നിതു ദേവി. പിന്നെ ദാരുണാകാരയായ ദേവിയെ കണ്ട നേരം നിരജേക്ഷണനായ വിഷ്ണുവോ ഭയപ്പെട്ടു. സഹസ്രമുഖമുള്ള പുരുഷൻ സഹസ്രേക്ഷണ ഹന്ത കണ്ണടച്ച അതിശീക്രം കൊള്ളില്ല ഈ തപസ് ഇപ്പോളെന്നു ഉള്ളിൽ നിശ്ചയിച്ചു. വെള്ളത്തിനുള്ളിൽ മുങ്ങിക്കിടന്നാൻ എന്നേ വേണ്ടു. വിധിയോ വിധുതാനും ചെയ്യും ഈ തപസ്സിന് ഈ വിധത്തിൽ ഭംഗം ക്ഷണം വരുത്തി ഭഗവതി. ശംഭുവിന് സമീപത്തിൽ ചെന്നാൽ ശങ്കരനൊട്ടും